ഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ഇന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിനെയാണ് പഠനത്തിന് വിധേയമാക്കുന്നത്. പേരുപോലെ തന്നെ വളരെ ബൃഹത്താണ്. യജുർവേദ അന്തർഗത ഉപനിഷത്താണ്. യജുർവേദ അന്തർഗത ഉപനിഷത്തുകളുടെ ശാന്തിപാഠം പൂർണ്ണമത എന്ന് തുടങ്ങുന്നതാണ്. ശാന്തിപാഠത്തോടെ തുടങ്ങാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം അത് എല്ലാ മന്ത്രങ്ങൾക്ക് മുമ്പിലും പ്രണവം ഉച്ചരിക്കുന്നതോടുകൂടിയാണ് അതിന് മന്ത്ര സ്വരൂപം തന്നെ കൈവരുന്നതെന്നുള്ളതാണ് പ്രാചീന രീതി. പ്രണവത്തെ എല്ലാ പാഠങ്ങളും ഉദ്ഗീതമായി ഉപാസിക്കാൻ പറയുന്നുമുണ്ട്. ഓം ഇത്യേതദക്ഷരമുദ്ഗീതമുപാസ്യേത എന്ന് ചാന്തോക്യത്തിൽ നാം കാണുകയും ചെയ്തു ഇന്നലെ ക്ലാസ്സിൽ. പ്രണവത്തെ മാത്രമാസ്പദമാക്കിയൊരു ഉപനിഷത്തുള്ളതാണ് മാണ്ഡൂക്യം. അവിടെ ഓംകാരത്തിന്റെ 4 പാദങ്ങളും ജീവന്റെ 4 ഓംകാരത്തിന്റെ 4 മാത്രകളും ജീവന്റെ 4 പാദങ്ങളും സമ്യക്കായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനം തന്നെയുണ്ട്. അതുകൊണ്ട് ഓം എന്നാൽ പ്രണവം, പ്രകർഷേണ നവമായിരിക്കുന്നത്. അതിനെ ഏതൊരുവൻ ഉപാസിക്കുന്നുവോ അവൻ ബ്രഹ്മലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് ചില ആചാര്യന്മാരും ഉപനിഷത്തുകളും ഒക്കെ പറയുന്നു. അവനെല്ലാം നേടുന്നു എന്ന് വേറെ ചിലയിടത്ത് പറയുന്നു. ഇങ്ങനെ ഒട്ടേറെ തലങ്ങളുള്ളതാണ് ഓം. പൂർണ്ണമത, അത് പൂർണ്ണമാകുന്നു. തത് നിർദ്ദിഷ്ടമായ ബ്രഹ്മം പൂർണ്ണമാകുന്നു. ആ ബ്രഹ്മം ഈക്ഷിച്ചിട്ട് അതിൽ നിന്നുണ്ടായതാണ് ജഗത്ത്. ഇതം വൃത്തിവിശിഷ്ടമായി അനുഭവപ്പെടുന്നതെല്ലാം ജഗത്താണ്. തദാകാരമായിരിക്കുന്നതെല്ലാം ബ്രഹ്മവും ഇതം വൃത്തിവിശിഷ്ടമായി കാണപ്പെടുന്ന ഇതമെന്ന് തോന്നുന്നതെല്ലാം ജഗത്തുമാണ്. ജഗത്ത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം മാത്രമേ ഉണ്ടാവൂ. പൂർണ്ണത്തിൽ നിന്ന് അപൂർണമായ ഒന്നും ഉണ്ടാവില്ല. ഭാരതീയ ചിന്ത ആദ്യം തന്നെ രൂപാന്തരപ്പെടുന്നത് ഈ ഒരളവ് പോലില്ല. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ശാന്തി മന്ത്രത്തിൽ അത് പ്രകടമാണ്. ആദ്യമുള്ളത് ആദ്യന്തവിഹീനനായ ബ്രഹ്മം മാത്രമാണ്. അത് പൂർണ്ണവുമാണ്. അപൂർണത അതിനില്ല. ആ ബ്രഹ്മം തന്നെയാണ് ആകാശത്തിലും വായുവിലും അഗ്നിയിലും ജലത്തിലും പൃഥ്വിയിലും കൂടസ്ഥനായിരിക്കുന്നത്.
അവയുടെ ചേർച്ചയിലുണ്ടായിട്ടുള്ള ജഗത്താകെ ഈശ്വരസ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് എന്തെല്ലാം കാണപ്പെടുന്നതായുണ്ടോ, കേൾക്കുന്നതായുണ്ടോ, അനുഭവിക്കുന്നതായുണ്ടോ, അതെല്ലാം പൂർണ്ണമാണ്. ഈ ദർശനത്തെ പൂർണ്ണദർശനം എന്നാണ് ഭാരതീയർ വിളിക്കുന്നത്. ജീവിതത്തിൽ എവിടെയാണോ അപൂർണതയെ ദർശിക്കുന്നത്, അതാണ് അജ്ഞാനം കൊണ്ട് ദുഃഖമായിത്തീരുന്നത്. ഒന്നിലും അപൂർണതയില്ല എന്നുള്ളതാണ് ഈ ദർശനത്തിന്റെ പ്രസക്തി. യാതൊരുവൻ ശ്രവണം കൊണ്ട്, മനനം കൊണ്ട്, നിധിധ്യാസനം കൊണ്ട് പൂർണ്ണപ്രജ്ഞനായി തീർന്ന് എല്ലാത്തിലും എന്തിലും ഏതിലും പൂർണ്ണതയെ ദർശിക്കുന്നു എന്ന് വന്നാൽ അവൻ ഈശ്വരനെ ദർശിക്കുന്നു, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പൊരുളും. അതുകൊണ്ട് ഈ ശാന്തിമന്ത്രം വളരെ വിസ്തൃതമായി പഠിക്കാവുന്നതാണ്. സംക്ഷിപ്തമായി മാത്രം ഞാൻ ഇന്നലെയും പറയുകയുണ്ടായി, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കൊരു ഉപനിഷത്ത് പരിചയപ്പെടേണ്ടി വരികയാണ്. അതുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും പഠിക്കണം എന്നുള്ളത് കൊണ്ട് ശാന്തിമന്ത്രത്തെ ഏറ്റവും ലഘുവായി പറഞ്ഞാൽ അത് തദാകാരമായ ബ്രഹ്മം, അത് പൂർണ്ണമാണ്. ഇദം വിശിഷ്ടമായ ജഗത്, ജഗത്ത് ഉൽപ്പന്നമാകുന്നത് ഉള്ളിലാണ്. അറിവ് എന്നതിനുള്ളിലാണ് ഈ ജഗത്താകെ ഉണ്ടാകുന്നത്. ഏത് ജഗത് ബോധം വരുമ്പോഴും ഇതെന്ത് എന്നൊരന്വേഷണമകത്തുണ്ട്. അതിനെ ഇദം വൃത്തി എന്ന് പറയും. എല്ലാ ഇദം വൃത്തിക്കും ഇതിന്നതാണ് എന്ന വാസനാമയമായ ഒരു വിഷയാകാര വൃത്തി സംജാതമാവും. അതില്ലാത്തൊന്നുമില്ല. മുൻപ് പരിചയമില്ലാത്ത ഒന്നിനെയും ഒരാളും ഒരിക്കലും അനുഭവിക്കുകയോ കാണുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഈ ദർശനത്തിന്റെ മറ്റൊരു ഭാഗം. ഇതൊക്കെ കേൾക്കുമ്പോഴേ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നലെ പറഞ്ഞ പോലെ ഇത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെ അവലംബിച്ച് പഠിച്ചാൽ ബോധ്യപ്പെടും. എല്ലാ ജാഗ്രത്തും സ്വപ്നത്തിലും ജാഗ്രത് സ്വപ്നങ്ങൾ കാരണശരീരമായ സുഷുപ്തിയിലും ചെന്ന് ലയിക്കുന്നതാണ്. ശാസ്ത്രത്തിന്റെ ഈ മര്യാദയിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ എന്ത് സ്വപ്നം കാണുമ്പോഴും ആ സ്വപ്നത്തിന് വലിയ തലമുണ്ട്. എന്താ പറ്റിയ മൈക്ക? എന്ത് സ്വപ്നം കാണുമ്പോഴും ഭാരതീയ ശാസ്ത്രപ്രകാരം ശ്രുതി അനുസരിച്ച് അത്രൈഷദേവഃ സ്വപ്നേ മഹീമാനം അനുഭവതി യത് ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശ ദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സത് ച അസത് ച സർവം പശ്യതി സർവഃ പശ്യതി. പ്രശ്നോപനിഷത്ത് വളരെ ഭംഗിയായി പറയുന്നതാണ് ഈ ഭാഗം. അതായത് കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക,
അനുഭവിച്ചത് അനുഭവിക്കുക. എപ്പോൾ? ഇന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളായി കഴിഞ്ഞ്. ഉറങ്ങാൻ കിടക്കുന്ന ഒരുവൻ ഉറങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളായി കഴിഞ്ഞ് മനസ്സു തന്നെ പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ടിട്ട് കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക, അനുഭവിച്ചത് അനുഭവിക്കുക. ഇനിയാണ് കളി പറഞ്ഞിരിക്കുന്നത്. കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതും അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത് വയ്ക്കുക. അനുഭവത്തിലുള്ള ആന, അനുഭവത്തിലുള്ള കാക്ക, അതിനെ ചേർത്ത് പറക്കുന്ന ആനയായി കാണുക. അതുകൊണ്ട് കാണാത്ത ഒന്നും കാണുകയില്ല സ്വപ്നത്തിൽ. ഒരുവന്റെ ഭാവനാലോകത്ത് പൂർവാനുഭവങ്ങളല്ലാത്ത ഒന്നും കാണില്ല എന്നാണ് ഈ നിയമം. അതുകൊണ്ട് ഭാരതീയ ദർശനപ്രകാരം നിങ്ങൾ എന്ത് ശാസ്ത്രം, എന്ത് സങ്കല്പം പുലർത്തിയാലും ഒരു ശാസ്ത്രജ്ഞനും നവ്യമായ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. പൂർവ ജന്മവാസനയിൽ കിടക്കുന്നത് വാസനാബദ്ധമായ അവിദ്യയില് സൂക്ഷ്മ ശരീരത്തില് ഇതം വൃത്തി വിശിഷ്ടമായി അതിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്നവ മാത്രമാണ് എല്ലാം. അങ്ങനൊന്ന് മറഞ്ഞു കിടക്കണം എങ്കിൽ പൂർവാനുഭവങ്ങൾ, വർത്തമാനാനുഭവങ്ങൾ ഉണ്ടാവണം. ഇത് തിരിച്ചറിയുന്നത് ഒരിക്കൽ ദിവ്യമായ ചക്ഷുസിനെ ലഭിക്കുമ്പോൾ മാത്രമാണ്. ഭഗവത്ഗീതയിൽ അർജുനനും ഭാഗവതത്തില് യശോദയ്ക്കും ഇത് കൊടുത്തതായി കഥയുണ്ട്. യോഗികൾ യോഗബുദ്ധിയ ഭവിഷ്യത്തും ഭൂതവും ഈ ദൃഷ്ടി കൊണ്ട് തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് എപ്പോഴാണോ പുതുതായൊരെണ്ണം കണ്ടുപിടിച്ചു എന്ന് ഒരു ശാസ്ത്രജ്ഞൻ അവകാശപ്പെടുന്നത്, അത് ഒരു സ്വപ്നം എന്ന നിലയിൽ അയാളിൽ കിടന്നതും പൂർവ ജന്മങ്ങളിൽ അയാൾ കണ്ടത്, അയാൾ കേട്ടത്, അയാൾ അനുഭവിച്ചത് ഇതിന്റെ മാതൃകകളുമാണ്. അതുകൊണ്ട് ജഗത്ത് ആവർത്തനം മാത്രമാണ്. പുരാതനവും നവവുമായിരിക്കുന്നത് ബ്രഹ്മം മാത്രമാണ്. ജഗത്ത് നവമാകുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സമ്മതിക്കാനും സഹിക്കാനും പറ്റുന്നതായിരിക്കുമോ എന്ന് സംശയമുണ്ട്. ഇന്ന് നിങ്ങൾ അത്യന്താധുനികമായി കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നവയൊക്കെ ഇതിനേക്കാൾ മെച്ചമോ ഇതുപോലെയോ ഇതിന്റെ ബീജത്തോടുകൂടിയോ പണ്ടുണ്ടായിരുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണെന്ന് നിങ്ങൾ പറയും. വസ്തുത അതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സങ്കേതം ഇതിലുണ്ട്. പൂർണ്ണമായത് പ്രജ്ഞ മാത്രമാണ്. അതിൽ ഇതം വൃത്തി വിശിഷ്ടമായി, അത് അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. ഇന്ദ്രിയ ജനിതങ്ങളായ അനുഭവങ്ങൾ, അതിന്റെ ശാസ്ത്രം ഇന്ദ്രിയ ജനിത
അനുഭവങ്ങൾ അവ സ്ഥൂല ശരീര താതാത്മ്യത്തിൽ അനുഭവിക്കുന്നതാണ് ഈ ജാഗ്രത് പ്രപഞ്ചം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീരം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീരം. എനിക്ക് ഓർത്തിരിക്കാനാണ് ഞാൻ സാങ്കേതിക ശബ്ദം പറഞ്ഞത്. നിങ്ങൾക്ക് അതുമായി പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ മലയാളം പറയാം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേർന്ന് അനന്തകോടി ജന്മങ്ങളിലായി സഞ്ചയിച്ചു വച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നുൽപ്പന്നമാകുന്ന വാസനകളുണ്ട്. ആ വാസനകളുമായി ആധുനികങ്ങളെന്ന് വിചാരിക്കാവുന്ന ദൃശ്യങ്ങളോ ശബ്ദങ്ങളോ ഗന്ധങ്ങളോ ഉണ്ടാകുമ്പോൾ അകത്തതിൻ്റെ സ്മരണ വരും. നേരത്തെ വിത്തിട്ട് കിടക്കുന്നതിൻ്റെ സ്മരണ വരും. ആ സ്മരണ വന്നാൽ സൂക്ഷ്മ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് ജാഗ്രതയിലിരുന്നു കൊണ്ടോ സുഷുപ്തിയിൽ ഇരുന്നു കൊണ്ടോ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാവും. ഇത് സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസമെന്ന് സാങ്കേതികമായി പറയും. അടുക്കോടെ പഠിപ്പിക്കാനായി സാങ്കേതിക ശബ്ദങ്ങളൊക്കെ അത് പഠിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പഠിച്ചാൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് മാർഗരേഖയായി നിൽക്കും. കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് കാണുന്ന ഒന്നും ആദ്യത്തെ കാഴ്ചയ്ക്കപ്പുറം കണ്ടാൽ, ആദ്യത്തെ കേൾവിക്കപ്പുറം ചിന്തിച്ചാൽ, ആദ്യത്തെ സ്പർശനം കഴിഞ്ഞ് സ്പർശിച്ചാൽ ആ ഇന്ദ്രിയ അനുഭവങ്ങൾ അതില് നിക്ഷേപിക്കുകയാണ്, സഞ്ചയിക്കുകയാണ്. ഇന്ന് സഞ്ചയിച്ചത് അനേക ജന്മങ്ങൾ കഴിഞ്ഞാലും ഒരനുകൂല പരിസ്ഥിതിക്ക് കാത്തുകൊണ്ട് അതവിടെ നിക്ഷേപിക്കപ്പെട്ടിടത്ത് കിടക്കും. മനസ്സിലായില്ല? പിന്നീടൊരു അനുകൂല പരിതസ്ഥിതി വരുമ്പോൾ അത് ഉണർന്നു വന്ന് സ്വന്തം സൂക്ഷ്മ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് സ്വപ്നങ്ങളാവും. അവ കൊണ്ട് പൂർത്തീകരിക്കപ്പെടാത്തവ വീണ്ടും ഒരു ജഗത്തിനെ സൃഷ്ടിച്ച് ജാഗ്രതായി രംഗപ്രവേശം ചെയ്യും. അതുകൊണ്ട് യാതൊന്നും പുതുതായി യാതൊരാളും കണ്ടുപിടിക്കുന്നില്ല. ഇതൊക്കെ അയാൾ അനായാസമായി അയാളുടെ പൂർവജന്മത്തിൽ കണ്ടത് നിങ്ങൾ കാണാത്തത് അയാളുടെ ഓർമ്മയിൽ നിന്നുണരുകയാണ്. അഞ്ച് ആറ് ജന്മങ്ങളിൽ നിന്ന് സഞ്ചയിച്ച സംഗീതപരങ്ങളായ വാസനകൾ ഒരാൾ പാട്ട് കേട്ട് സഞ്ചയിച്ചു വച്ചിരുന്നത് ഇനിയും ഒരു ജന്മത്തിൽ അയാൾ വരുമ്പോൾ കൊച്ചുകുട്ടിയായിരിക്കെ പ്രായമായവന് സാധന ചെയ്തിട്ട് പോലും പാടാൻ വിഷമമുള്ളത് അനായാസേന പാടിയാൽ ആ പാട്ട് കേൾക്കുന്ന ജനങ്ങളുടെയും അതിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജസിൻ്റെയും ഒക്കെ ദൃഷ്ടികോണത്തിൽ അവനെ പ്രശംസിക്കുകയും അവൻ്റെ കഴിവിനെപ്പറ്റി പറയുകയും ചെയ്യുമ്പോൾ
അവൻ അവനെപ്പറ്റി അറിയുന്നവനാണെങ്കിൽ വിനയാന്വിതനായിട്ട് പറയും. ഇത് ചിലപ്പോൾ അവൻ ഈശ്വരാനുഗ്രഹമെന്ന് പറയും, നല്ല കാര്യങ്ങളിലായതുകൊണ്ട്. ചിലപ്പോൾ അവൻ അതിനെ തൻ്റെ പൂർവജന്മവാസന എന്ന് പറയും. മനസ്സിലായില്ല? അമൃത ചാനൽ നടത്തിയ രാഗരത്നത്തില് ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോന്നറിയില്ല. മഹാദേവൻ. ഓരോ തവണയും ദക്ഷിണാമൂർത്തി പ്രശംസിച്ച ഒരു കൊച്ചു പയ്യൻ. ഓർമ്മയുണ്ടാവുമെന്നറിയില്ല. അത് എവിടുന്ന് പഠിച്ചിട്ടാണ് വന്നിരുന്ന് പാടുന്നത്? ആര് പഠിപ്പിച്ചാലാണ് ഇതുപോലെ പഠിക്കാൻ പറ്റുക? മാത്രവുമല്ല, അയാളത് ആസ്വദിച്ചാണ് പാടുന്നത്. പാടുന്നവൻ തന്നെ ആ സംഗീതത്തെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ പക്വത കുറെ കൂടെ വേണം. മനസ്സിലായില്ല? അയാളെ ജഡ്ജസൊക്കെ പ്രശംസിക്കുമ്പോൾ താൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നുള്ള ഭാവമൊന്നും ആ കുട്ടിയുടെ മുഖത്തില്ല. പക്വമായി ഇരിക്കുന്ന ഒരു മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളോ ഞാനോ ആണെങ്കിൽ പോലും ശോകഹർഷങ്ങളൊക്കെ മാറി മാറി മുഖത്ത് വരും. ശരിയല്ല? ആ കുട്ടിക്ക് വന്നു കണ്ടില്ല. ഇതുപോലെ തന്നെയാണ് ഒരു ശാസ്ത്ര രഹസ്യം കണ്ടുപിടിക്കുന്നവനും. അവൻ അവനെപ്പറ്റി അറിയുമെങ്കിൽ അവന്റെ സ്വപ്ന ലോകത്ത് കിടക്കുന്ന ഒന്ന് അനായാസമായാണ് അവൻ കണ്ടെത്തുന്നത്. നിങ്ങളുടെ സ്വപ്നലോകങ്ങളിൽ ഇല്ലാത്തത് നിങ്ങൾ ഓർമ്മ വയ്ക്കാൻ ശ്രമിച്ചാലും വിസ്മൃതിയിലാണ്ടുപോകും. അതുകൊണ്ട് ജാഗ്രതയിൽ വിദ്യാഭ്യാസം ഇല്ല. മനസ്സിലായോന്നറിയില്ല. ജാഗ്രതയിൽ വിദ്യാഭ്യാസമില്ല. തീർത്താ പറഞ്ഞേ. ഒരു ചെടി സ്വപ്നത്തിൽ കിടക്കുന്നതാണെങ്കിൽ ഒരു കേൾവിയിൽ അതിന്റെ മുഴുവൻ വിവരങ്ങളും അവനെടുക്കും. അത് കണ്ട് ഒരുത്തം പോയിരുന്ന അതിന്റെ പേരും നാളുമൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ഓർമ്മ നിൽക്കില്ല, മറ്റവനോട് അസൂയ വരും. അപ്പൊ അതിന്റെ വാസന സ്വപ്നത്തിൽ നിന്ന് വരുന്നതാണ്. അത്രയും മനസ്സിലായി? അതുകൊണ്ട് ജഗത്ത് പൂർണ്ണമായ അറിവിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായ ബോധത്തിൽ നിന്നുണ്ടാകുന്ന ജഗത്ത് പൂർണ്ണമാണ്. അപൂർണതയെ ജഗത്തിൽ ദർശിക്കുകയും ആ ജഗത്തുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്ത് കിഞ്ചിജ്ഞനായ മനുഷ്യൻ വീണ്ടും വീണ്ടും അജ്ഞാനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതുകൊണ്ട് ഈ മന്ത്രം കിഞ്ചിജ്ഞനായ മനുഷ്യനോട് പൂർണ്ണമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഭാവന വഴി അവൻ കിഞ്ചിജ്ഞത്വത്തെ വെടിഞ്ഞ് ജഗത്ബോധം വിട്ട് പൂർണ്ണമായ ബ്രഹ്മം തന്നെയാണെന്ന് അന്വയ വ്യതിരേകങ്ങളിലൂടെ, അതുപോലെ അധ്യാരോപ അപവാദ ദർശനത്തിലൂടെ ഉൾക്കൊള്ളുകയും ആ പൂർണ്ണമായ ബ്രഹ്മത്തിൽ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക എന്ന പൂർണ്ണ ഉദ്ദേശ്യത്തോടെയാണ് ഋഷി ഈ സമ്പ്രദായത്തിൽ, യജുർവേദ സമ്പ്രദായത്തിൽ ഈ ശാന്തി മന്ത്രത്തെ കൊരുത്തിരിക്കുന്നത്.
ഇത്രയും ഭാഗം ക്ലിയറായി. ബ്രഹ്മം പൂർണ്ണമാണ്, ജഗത്ത് പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്നേ പൂർണ്ണമായതുണ്ടാവുകയും ചെയ്യൂ. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമായ ജഗത്ത് ഉണ്ടാകുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാദായ, ഇനി ആ ജഗത് ബോധം നഷ്ടപ്പെട്ടാൽ പൂർണ്ണമായ ബോധം അവിടെയുണ്ട്, അതിന് കുറവൊന്നും വരികയില്ല. പൂർണ്ണത്തിൽ ഉണ്ടായി പൂർണ്ണത്തിൽ നിലനിന്ന് പൂർണ്ണത്തിൽ വിലയം പ്രാപിക്കുക എന്ന 3 പ്രക്രിയയെ സൂചിപ്പിക്കുന്നതാണ് പ്രധാനമായി മന്ത്രം. ആ അർത്ഥത്തിലല്ലാതെ ഗണിതയുക്തികളെ കൊണ്ട് പഠിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അർത്ഥമൊക്കെ കിട്ടുകയില്ല. ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ഈ അനുഭൂതി ലഭിക്കില്ല. അതൊക്കെ പിന്നെ ഈ പൂർവാചാര്യന്മാരെഴുതിയത് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു വ്യഗ്രത നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ്. അത് വ്യഗ്രതയാണ്, ഏകാഗ്രതയല്ല. പദവും മാറിപ്പോകരുത്. ദ്വയഗ്രത, വ്യഗ്രത. വ്യഗ്രത നല്ലതാണെന്നുള്ള അർത്ഥത്തിലായിരിക്കും ഞാൻ പറഞ്ഞപ്പോൾ കേട്ടിട്ടുള്ളത്. നല്ല അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പദങ്ങൾക്കൊക്കെ ഈ മാറ്റമുണ്ട്. ദ്വയഗ്രമാണ് വ്യഗ്രം, 2 എന്ന തോന്നൽ. അപ്പൊ ഇവിടെ ഏകത്തിൽ സമന്വയിക്കണം എങ്കിൽ ശ്രൗതമായി ഈ വിദ്യയെ പഠിക്കണം. അതുകൊണ്ട് പൂർണ്ണമായ ബ്രഹ്മത്തിലുണ്ടായതാണ് ജഗത്ത്. ജഗത് ഉത്ഭവിക്കുന്നതിന് മുമ്പ് ആ ബ്രഹ്മം ഏകവും പൂർണ്ണവും നിത്യവും ആയിരുന്നു. അതിലുണ്ടായതുകൊണ്ട് ജഗത്ത് പൂർണ്ണമാണ്. ആ ജഗത്ത് ആ ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബ്രഹ്മം പൂർണ്ണമാണ്. ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടത്തിലും, പിണ്ടാണ്ടത്തിൽ ജാഗ്രത അവബോധത്തിലേക്ക് എത്തുമ്പോൾ ജഗത് ബോധമുണ്ടാകുന്നു. ആ ജാഗ്രത്തിലെ ജഗത്ത് പൂർണ്ണമാണ്. അത് സുഷുപ്തിയിൽ വച്ച് വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ബോധം പൂർണ്ണം തന്നെയാണ്. വീണ്ടും ജാഗ്രത്തിലേക്ക് അതെല്ലാം പുറത്തേക്ക് വരുന്നു. ഇനി സുഷുപ്തി അതീതമായ ചതുർത്ഥത്തിലെത്തിയാൽ അവിടെ ജഗത് ബോധമേ പോയിരിക്കുന്നു. അവിടെയും പ്രജ്ഞ പൂർണ്ണമായിരിക്കുന്നു എന്ന് വെഷ്ടിയിലും മറ്റത് സമഷ്ടിയിലും ആദ്യം പറഞ്ഞത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കാം. അപ്പോ ബ്രഹ്മത്തിൽ നിന്ന് ജഗത്ത് വിലയം പ്രാപിച്ചില്ലാതായാലും ബ്രഹ്മം പൂർണ്ണമാണ്. ഇത്രയാണ് ആ മന്ത്രത്തിന്റെ ഏതാണ്ട് ഒരു ദിഗ്ദർശനം. മറ്റത് പഠിക്കണേ സമയമുണ്ട്. അതിന് നമുക്ക് പിന്നൊരിക്കൽ ശാന്തി മന്ത്രമൊക്കെ നോക്കാം. ഇനി അതിനകത്ത് ശാന്തി മന്ത്രത്തിൽ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആദി ഭൗതികവും ആദി ദൈവീകവും ആധ്യാത്മികവുമായ എന്ന് പറഞ്ഞാൽ ആദി ബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം തുടങ്ങിയതും അതുപോലെ തന്നെ ദോഷബലപ്രവൃത്തം തുടങ്ങിയതും സംഘാത ബലപ്രവൃത്തം തുടങ്ങിയതുമായ എല്ലാ ദുഃഖങ്ങളെ പ്രധാനമായി 3ആയാണ് തിരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ആയുർവേദത്തിൻ്റെ ഒരു സത്രം നടക്കുമ്പോൾ നമ്മളതെല്ലാം എണ്ണി 3 വിശദീകരിച്ചതുകൊണ്ട് സമയം കളയണ്ടെന്നോർത്ത് വിടുകയാണ്.
അതുകൊണ്ട് ആ ദുഃഖങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടാകുവാൻ ശാന്തി 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 എന്ന് 3 പ്രാവശ്യം. ഒരേ ശാന്തിയല്ല എന്ന് സാരം.